السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أومن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ഈ മഹത്തായ വിജ്ഞാന സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള സ്നേഹാദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രാവിലെ മുതൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളെ സംബന്ധിച്ചുമൊക്കെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന സുദീർഘമായ ഈ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരലോകത്ത് ഗുണം ലഭിക്കാൻ നമ്മെ അവകാശികളാക്കുന്ന സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വേദി വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും ഗഫൂറുർ റഹീമായ നാഥൻ ശുദ്ധീകരിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരല്പനേരം നിങ്ങളുമായി സംസാരിക്കുന്നത് ഉത്തമ സമൂഹം എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ്. പ്രത്യേകിച്ച് മുഖവുരയില്ലാതെ തുടങ്ങുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ 3-ാമത്തെ അധ്യായമായി നമുക്കെല്ലാം സുപരിചിതമായ ആലു ഇമ്രാൻ എന്ന അധ്യായത്തിൽ
ഖൈറു ഉമ്മത്ത് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയതിൻ്റെ ഒരു ഏകദേശ വിവർത്തനമാണ് ഉത്തമ സമൂഹം എന്നത്. ലോകത്ത് സമൂഹമെല്ലാം ദുഷിച്ച് അധപ്പതനത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ആണ്ടിറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനും അതിൻ്റെ ആധികാരികമായ തെറ്റുപറ്റാത്ത വ്യാഖ്യാതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളെക്കുറിച്ചും അതിൽ ഊന്നി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് അത് മനസ്സിലാക്കുകയും ഇഖ്ലാസോടുകൂടി അത് പറയുകയും ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന നല്ലവരായ ഒരു സമൂഹമാണ് ഉത്തമ സമൂഹം എന്നതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത്. ഈ ലോകത്ത് ഏറ്റവും വലിയ ദുഷിച്ച് നാറിയ ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നും പലതും അതിനേക്കാൾ തീവ്രതയിൽ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനത, നിങ്ങളൊരു പക്ഷേ ഇതുവരെയുള്ള ചർച്ചകളിൽ അതൊക്കെ കേട്ടിരിക്കും. വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത് ലലാലുൻ മുബീനിൽ കഴിഞ്ഞുകൂടിയ ഒരു ജനത എന്നാണ്. അതിനേക്കാൾ സുന്ദരമായി പറയാവുന്ന ഒരു ചുരുങ്ങിയ വാചകം വേറെയില്ല ആ സമൂഹത്തെ സംബന്ധിച്ച്. വ്യക്തമായ വഴികേട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇനി ഒരു വഴികേടിൻ്റെ ഒരു തലങ്ങളിലേക്കും ആ ജനത എത്താനില്ല. അത്രമാത്രം വിശ്വാസപരമായി ദുഷിച്ചവർ, കർമ്മപരമായി ദുഷിച്ചവർ, സ്വഭാവ സംസ്കാര രംഗത്ത് ഏറെ അധപ്പതിച്ചവർ. അങ്ങനെ എന്തു പറഞ്ഞാലും ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. പക്ഷേ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ജാമിഉം മാനിഉമായ അഥവാ വളരെ കൃത്യമായ ഒരു വരച്ചു കാണിക്കലാണ് ആ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു മുമ്പ് എന്ന്. ആ ഒരു ജനതയെ, ആ ഒരു ലലാലും മുബീനിൽ അകപ്പെട്ട് കിടന്നിരുന്ന ഒരു ജനത, ആ ജനതയെ സംബന്ധിച്ച് കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിയപ്പോ പിന്നെ ആ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ലലാലും മുബീനിൽ നിന്ന് ഖൈറു ഉമ്മത്തായിലേക്കുള്ള മാറ്റം, പരിവർത്തനത്തിൻ്റെ ആ കാലഘട്ടം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ മാറ്റിയെടുക്കാൻ ഉപയോഗപ്പെടുത്തിയ ആയുധം? ഖുർആൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യം എന്തായിരുന്നു എന്ന്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആ ജനതക്ക് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുക്കുന്നു. തിലാവത്ത് കൊണ്ട് മാത്രം ജനങ്ങൾ, തിലാവത്ത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുകയില്ല. അതുകൊണ്ട് തഅലീം നടത്തി കൊടുത്തു. അല്ലമ യുഅല്ലിമു വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അൽ കിതാബാകുന്ന പരിശുദ്ധ ഖുർആൻ, അൽ ഹിക്മത്താകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാലും പ്രവൃത്തിയാലും മൗനാനുവാദവും ഒക്കെ ഉള്ളടങ്ങുന്ന, ഇന്ന് നമ്മൾക്ക് ഹദീസുകൾ എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ സുന്നത്തുകൾ എന്ന് പറയാവുന്ന ആ കൃത്യമായ ആധികാരികവും സ്പഷ്ടവും ശക്തവും ഒരു നിലക്കുള്ള അബദ്ധങ്ങളും സംഭവിക്കാത്തതുമായ വ്യാഖ്യാനങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അധപ്പതനത്തിൻ്റെ അഗാധഗർത്തത്തിൽ ആണ്ടുകിടന്നിരുന്ന ഒരു ജനതയെ
തസ്കിയത്ത് നൽകി സംസ്കരിച്ചെടുത്ത് അധപ്പതനത്തിൻ്റെ അഗാധമായ ആഴത്തിൽ എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമമായ സമൂഹം, സമുദായം എന്ന ഗ്രേഡിലേക്ക്, പദവിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. മുൻ സമുദായത്തെ നന്നാക്കാൻ എന്താണോ നേതാക്കൾ കണ്ടെത്തിയ മാർഗമെങ്കിൽ അതല്ലാതെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ കയ്യിലും മറ്റു മാർഗങ്ങളില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഈ ഉമ്മത്തിൻ്റെ ആദ്യ കാലഘട്ടം എന്തൊന്നുകൊണ്ടാണോ നന്നായതെങ്കിൽ അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ മാത്രമേ ഈ സമുദായത്തിൻ്റെ അവസാനവും നന്നാവുകയുള്ളൂ. ആദ്യകാലക്കാർ നന്നായത് ഈ അൽ കിതാബും അൽ ഹിക്മത്തും പഠിപ്പിച്ചുകൊണ്ടാണ്, അത് പഠിച്ചുകൊണ്ടാണ്, അത് കേട്ടുകൊണ്ടാണ്, അതവരുടെ ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ്. ആ നിലക്കുള്ള ഒരു വളർച്ചയാണ് ഒരു സമുദായത്തിൽ ഉണ്ടായത്. അങ്ങനെയാണ് അവർ ഖൈറു ഉമ്മത്തായത്. ആ ഖൈറു ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്താണ്? മുൻ സമുദായങ്ങളിലൊക്കെയും അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഖൈറു ഉമ്മത്തിനെ സംബന്ധിച്ച് തുഅ്മിനൂന ബില്ലാഹി, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സ്വഭാവത്തെ പറയുന്നതിനേക്കാൾ മുന്നോടിയായി ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഈ ഉമ്മത്തുണ്ടല്ലോ, ഈ ഉത്തമമായ സമുദായം, അവരുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്താണ്? ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഇക്കാലത്തെന്നല്ല ഏത് കാലഘട്ടത്തിലും നിലനിൽക്കേണ്ടുന്ന ഏറ്റവും വലിയ ഐഡന്റിറ്റി, അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന അംറുൻ ബിൽ മഅറൂഫ്, അതുപോലെ തന്നെ നഹിയുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ഇസ്ലാമികമായ ആ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഒരു സമൂഹത്തിൽ എന്ന് നിലനിൽക്കുന്നുവോ അതാണ് ഖൈറു ഉമ്മത്തിൻ്റെ ലക്ഷണം, അതാണ് ഉത്തമമായ സമൂഹത്തിൻ്റെ ലക്ഷണം. ഇന്ന് കാലഘട്ടം ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോകും തോറും കാലഘട്ടം ദുഷിച്ചു പോവുകയാണ്. എല്ലാ രൂപത്തിലുള്ള ദുഷിപ്പും ഈ സമുദായത്തിൽ അരങ്ങേറുകയാണ്. അന്ധവിശ്വാസങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യപ്പെടുന്നത് ഏറ്റവും ഉത്തമമായിട്ട് ഇന്ന് ജനങ്ങൾ കരുതുന്ന മീഡിയകളിലൂടെ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വരുന്ന മെസ്സേജുകൾ, നാം വളരെ കാര്യമായി എന്തോ മെസ്സേജ് എന്ന നിലക്ക് തുറന്നു നോക്കുമ്പോൾ എന്താണ് നമ്മളോട് ചോദിക്കുന്നത്? നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയപ്രദമാകണോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂവണിയണോ? നിങ്ങളുടെ ഭാവി സുരക്ഷിതത്വമായി തീർന്നേക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുമോ? ആ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണത്തിനും അന്വേഷണത്തിനും ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പർ. അതിലൂടെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് എല്ലാ ആളുകൾക്കും ആകെ ആഗ്രഹം എന്താണ്? തൻ്റെതായ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആധിയിലാണ്, വേവലാതിയിലാണ്. മനുഷ്യരൊക്കെ മനസ്സിൽ ടെൻഷനും സംഘർഷവും അതുപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ആ പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ് കൃത്യമായ ജ്യോതിഷ പ്രവചനത്തിന്, കൃത്യമായ പരിഹാര നിർദ്ദേശത്തിന് വിളിക്കൂ, ബന്ധപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്പറുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അന്ധവിശ്വാസം മാർക്കറ്റിംഗ് ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ ശിർക്കിലേക്കുള്ള എല്ലാ വാതിലുകളും ഏറ്റവും കൂടുതൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മുൻഗാമികളൊക്കെ നന്നായത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചത് മുഖേനയാണെന്ന് ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ ഇമാമീങ്ങളൊക്കെ, അവരൊക്കെ മഹാന്മാരാകാനുള്ള കാരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്തതുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സങ്കടം പറഞ്ഞു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്നതിന് ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങളും ആയത്തുകളും ഹദീസുകളും ഒക്കെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച്
ജനങ്ങളുടെ മുമ്പിലേക്ക് ശിർക്ക് ഏറ്റവും മൊത്തമായ നിലയ്ക്ക് തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുള്ള കാലഘട്ടമാണ്. എല്ലാ നിലക്കുമുള്ള ചൂഷണങ്ങൾ അരങ്ങേറുന്ന കാലഘട്ടമാണ്. ഇനി ദുഷിക്കാൻ എവിടെ പോകണം? അതുപോലെ തന്നെ വളരെ മോശമായ നിലക്ക് അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, അശ്ലീലതകളും തോന്നിവാസങ്ങളും അരാജകത്വങ്ങളും അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള വേലിക്കെട്ടുകളും തല്ലി തകർത്തുകൊണ്ട് ഏറ്റവും വലിയ പ്രചാരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. മുൻ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന ജാഹിലിയത്തിൻ്റെ എല്ലാ ആധുനിക പകർപ്പുകളും ഇന്നീ സമൂഹത്തിൽ വിപുലമായി കഴിഞ്ഞു. മുൻ സമൂഹത്തിൽ എത്രത്തോളം ദലാലത്തുണ്ടായിരുന്നുവോ ആ ദലാലും മുബീനെന്ന് പറഞ്ഞ് അതേ അവസ്ഥയിലേക്ക് ഈ സമൂഹവും ആണ്ടുകിടക്കുകയാണ്. ഇവരെ നന്നാക്കാനും നമുക്കുള്ള മുമ്പിലുള്ള വഴി ഈ ഒരൊറ്റ മാർഗം മാത്രമാണ്. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുക, അവർക്ക് തസ്കിയത്ത് നൽകുക, തഅലീമ് നടക്കുക, അത് നടത്തുക, ആയത്തുകളും ഹദീസുകളും ഒക്കെ പഠിപ്പിക്കുക. അതിലൂടെ മനുഷ്യൻ എന്താണ് നേടിയെടുക്കേണ്ടത്? ഒരു മനുഷ്യൻ പഠിക്കുന്നുവെങ്കിൽ ആ പഠനം അവന് നാഫിയായ രൂപത്തിലായി തീരണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യം. ഇന്ന് ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു. മുൻ സമൂഹങ്ങളെ അപേക്ഷിച്ച് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരുപാട് തഅലീമുകൾ നടക്കുന്നുണ്ട്, ക്ലാസുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പത്രങ്ങൾ നടത്തുന്നുണ്ട്, സെമിനാറുകൾ നടക്കുന്നുണ്ട്, സിംബോസിയങ്ങൾ നടക്കുന്നുണ്ട്, മഹാസമ്മേളനങ്ങളും സംഗമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇൽമ് പ്രയോജനപ്പെടാതെ പോകുന്നത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട കാര്യമല്ലേ? അതാ പ്രഭാത സമയമായി കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിനോട് തേടാൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നാഫിയായ ഇൽമിനെ തരണേ അല്ലാഹ്, നാഫിയായ ഇൽമിനെ തരണേ അല്ലാഹ്. എന്താണ് ഈ നാഫിയായ ഇൽമ്? പ്രയോജനമുള്ള ഇൽമ് എന്നാണ്. ഒരാൾക്കൊരറിവ് പ്രയോജനപ്പെടുന്നത് അതയാൾ പ്രവർത്തിക്കുമ്പോഴാണ്. അമലില്ലാത്ത ഖൗലിന് എന്തർത്ഥമാണുള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കോപത്തിന് ഇരയാകുന്ന സംഗതി യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ഓ വിശ്വാസികളെ, ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനു പറയുന്നു? നിങ്ങൾ എന്തിനാണ് ചില വാക്കുകൾ പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സമൂഹമേ, വിശ്വാസികളെ, ചിലതൊക്കെ പറഞ്ഞു നടക്കുന്നത്? മാ ലാ തഫ്അലൂന, നിങ്ങളത് പ്രവർത്തിക്കാൻ ഒരുക്കമില്ല, നിങ്ങളത് ചെയ്യുന്നുമില്ല. അള്ളാന്റെ അടുക്കൽ കോപത്താൽ അതികഠിനമായ സംഗതിയാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുക എന്നത്. ഇത് വേറെ ആരെയെങ്കിലുമൊക്കെ കുറിച്ച് പറഞ്ഞതായേക്കുമോ എന്ന് ഒരാളും ചിന്തിച്ചു പോകരുത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് ആ മുന്നറിയിപ്പ്. സൂറത്തു സഫ് പഠിച്ചവരല്ലേ? ആ സഫിന്റെ ആദ്യ ഭാഗത്തല്ലേ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത്? അപ്പൊ നാം പറയുന്ന വാക്കുകളോട് കൂറു പുലർത്തണം. 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അല്ലാഹുവോട് നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹുവേ, എൻ്റെ നമസ്കാരം, എൻ്റെ മറ്റുള്ള ഇബാദത്തുകൾ, അനുഷ്ഠാനങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും, ഇനി ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന ആ നിമിഷം വരേക്കും എൻ്റെ എല്ലാ പ്രവൃത്തികളും, എൻ്റെ വാക്കുകളും, എൻ്റെ നോക്കുകളും, എൻ്റെ എല്ലാ ഇടപാടുകളും, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹ് റബ്ബിൽ ആലമീൻ, സർവലോകരുടെയും റബ്ബായ അല്ലാഹ്ക്ക് വേണ്ടിയാണ്. എന്താണ് ആ പറയുന്നത്? വല്ലാത്തൊരു വാക്കല്ലേ നമ്മളാ പറയുന്നത്, വല്ലാത്തൊരു കരാറല്ലേ റബ്ബിന്റെ മുമ്പിലായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാ, എൻ്റെ നിസ്കാരായിരിക്ക വേറെ ആയിരിക്കുമല്ലോ, ഞാൻ നിസ്കരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ പൊരുത്തത്തിന് വിരുദ്ധമായൊരു നിസ്കാരത്തിൽ വരാൻ പാടില്ല. അത് നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നതുപോലെ ഞാൻ നിസ്കരിക്കുന്നത്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം നമ്മളാരും കണ്ടവരല്ല, പക്ഷേ കണ്ടവരായ സ്വഹാബത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാലഘട്ടങ്ങളിലായി യാതൊരു നിലക്കുള്ള തെറ്റുകുറ്റങ്ങളുമില്ലാതെ നമ്മുടെ കൈകളിൽ വന്നു ചേർന്നിട്ടുമുണ്ട്.
അങ്ങനെ നമസ്കരിക്കണം എന്ന ഒരു ശ്രദ്ധ നമ്മുടെ സ്ത്രീ പുരുഷന്മാർക്കുള്ളത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹിനോട് നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ നിസ്കാരം അല്ലാഹ് നിനക്ക് വേണ്ടിയാണ്, അത് നിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയാണ്. അതുപോലെ ഓരോന്നും അങ്ങനെയാകുമ്പോ അതേ നാവ് കൊണ്ടല്ലേ ഞാനും നിങ്ങളും പറയുന്നത് വമഹ്യായ വമമാതീ, നിസ്കാരം അല്ലാഹ്ക്കായതുപോലെ എൻ്റെ ജീവിതം അല്ലാഹ്ക്കാണ്, എൻ്റെ മരണവും അല്ലാഹുവിന് വേണ്ടിയാണ്. അഥവാ റബ്ബേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നീ തരുന്ന വായു ശ്വസിക്കുന്നവനാണ് ഞാൻ. അതിന് ഇന്ന് വരെ ഒരു ബില്ലടക്കേണ്ടി വന്നിട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഒരു 15 മിനിറ്റ് എങ്ങാനും ശുദ്ധവായു ശ്വസിക്കേണ്ടി വന്നാൽ ഓക്സിജൻ പാർലറിൽ അതിന് നൽകേണ്ടുന്ന വില ഭീമമാണ്. ഇന്ന് വരെ ഒരാളോട് കണക്ക് പറയേണ്ടതില്ലാതെ ഉമ്മ വെച്ച ആ നിമിഷം മുതൽ ഇന്ന് വരെ ഒരു പൈസക്ക് ചെലവില്ലാതെ ആ ഓക്സിജൻ നീ നൽകുന്ന ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട്, നീ നൽകുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്, നീ തന്ന കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട്, നീ തന്ന കാതുകൾ കൊണ്ട് കേട്ടുകൊണ്ട്, നീ തന്ന നാക്കുകൊണ്ട് സംസാരിച്ച്, നീ തന്ന ശരീരം കൊണ്ട് നിന്നെ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ഞാനൊരിക്കലും നിന്നോട് നന്ദികേട് കാണിക്കേണ്ടവനല്ല, അതെനിക്കൊട്ട് പാടുള്ളതുമല്ല. അതുകൊണ്ട് റബ്ബേ, നിന്നോട് ഞാൻ പറയുന്നു, എൻ്റെ ജീവിതം നിനക്കാണ്. ഞാൻ മരിക്കുമ്പോഴും നിന്റെ പൊരുത്തത്തിലാണ്. അള്ളാന്റെ പൊരുത്തത്തിലായി മരിക്കൽ എങ്ങനെയാണ്? ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ. മരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ ഇടവരരുത്. അപ്പം മുസ്ലിമായ മരണം, മുസ്ലിമായ ജീവിതം, മുസ്ലിമായി ജീവിക്കുന്നുവെങ്കിൽ മുസ്ലിമായിട്ട്, മരിക്കുന്നുവെങ്കിൽ മുസ്ലിമായിട്ട്, അതിന് ഞാൻ തയ്യാറാണ് അല്ലാഹ്. അത് ഞാൻ നിന്നോട് കരാറ് പറയുകയാണ്. വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. അതെന്നോട് കൽപ്പിച്ച ആ റബ്ബിന് യാതൊരു പങ്കുകാരുമില്ലാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് റബ്ബേ. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. പിന്നെ ഞാൻ എങ്ങനെ അതിനെതിര് ചെയ്യും? വാന മിനൽ മുസ്ലിമീൻ. ഞാൻ എല്ലാ നിലക്കും സമ്പൂർണമായി ആ നിലക്കുള്ള ഒരു ജീവിതത്തിന് തയ്യാറാണ്. എത്ര ഗൗരവത്തോടു കൂടിയാണ് മുസ്ലിമേ, മുസ്ലിമത്തെ, അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഈ വാക്ക് പറയുന്നത്. ഈ വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കതാ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമൊക്കെ ഓടി വരണം. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന, നിങ്ങൾ എന്തിന് പറയുന്നു, മാലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു? എങ്കിൽ പിന്നെ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? ആയത്തിൽ അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി മുതൽ നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹിനോട് ഇങ്ങനെ പറയാൻ പോണ്ട, അള്ളാഹിനോട് ഇങ്ങനെ പറയാതിരുന്നാ പോരെ. അതാണോ നമുക്കതിന് പരിഹാരമുള്ളത്? ഒരിക്കലുമല്ലല്ലോ. നമുക്കത് പറഞ്ഞേ പറ്റൂ. അത് നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്, നമ്മുടെ മുദ്രാവാക്യമാണ്, നമ്മുടെ ആദർശത്തിൻ്റെ തെളിമയാണ്, ആദർശത്തിൻ്റെ തനിമയാണ്, അതിൻ്റെ പ്രാധാന്യമുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കുക എന്നല്ലാതെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിച്ചുകൂടല്ലോ. അഥവാ ഞാൻ പറയുന്ന വാക്കുകൾ നിർത്തിവെക്കാതെ പറയുന്ന വാക്കുകളോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിതത്തെ നന്നാക്കിയാൽ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് സമാധാനമുണ്ടാകും. ഞാൻ ഖൈറു ഉമ്മത്തിലെ ഒന്നാമനായി മാറും. അതല്ലേ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്? അത്തഅ്മുറൂന നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. ചിന്തിക്കുന്നില്ലേ ജനങ്ങളെ? നിങ്ങൾ ജനങ്ങളോട് നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നുവോ? സ്വന്തം കാര്യം വരുമ്പോ എന്താ ഒക്കെ ഇങ്ങനെ മറക്കുന്നത്? പറയാൻ എത്ര പേരാണ്, എഴുതാൻ എത്ര ആളുകളാണ്, സംഘടിപ്പിക്കാൻ എത്ര സംഘാടകരാണ്, കൊണ്ടു നടക്കാൻ എത്ര ആളുകളാണ്, ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ കാണുമ്പോ. പക്ഷേ എന്തേ അമലിയായ രംഗത്ത്, കർമ്മരംഗത്ത്, പ്രവൃത്തിയുടെ രംഗത്തെന്തേ ഇതൊന്നും കാണാതെ പോകുന്നതെന്ന് അള്ളാഹു ഒരു സമുദായത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ സമുദായം ആരാ? ഞാനും നിങ്ങളും നമസ്കരിക്കാൻ നിന്നാൽ അള്ളാഹിനോട് കാവൽ തേടുന്ന സമുദായം. ഏതാണ് ആ സമുദായം? ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അല്ലാ, നിന്റെ കോപത്തിന് വിധേയരായ ടീമിൽ എന്നെ പെടുത്തരുത്. അൽ യഹൂദ്, ജൂതന്മാർ.
ജൂത പുരോഹിതന്മാർ, അവരിലെ ജൂത റബ്ബിമാർ, അവരിലെ പോപ്പുമാർ, പാതിരിമാർ ജനങ്ങളോട് ഇങ്ങനെ പറയും, എഴുതും, സംഘടിപ്പിക്കും. അവർക്കത് വേണ്ട, അവരുടെ ജീവിതത്തിൽ അത് വേണ്ട, അതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ്, ഞങ്ങൾക്കതുള്ളതല്ല. ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ശാപമുണ്ടായി. ഈ ഒരു ഗതി ഈ സമുദായത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവോട് പറയുന്നത് പോലെ നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ആവശ്യമായിട്ടുള്ളത് ഖുർആൻ പറഞ്ഞില്ലേ, ഉത്തമമായ സമൂഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഐഡന്റിറ്റിയാണ് നല്ലത് പറയാൻ കഴിയണം, ചീത്ത വിരോധിക്കാൻ കഴിയണം. അവിടെയാണ് പ്രശ്നവും. എനിക്കൊരാളോട് നന്മ പറയാൻ കഴിയണമെങ്കിൽ ഞാൻ നന്മ ഉൾക്കൊള്ളണം. എനിക്കൊരാളോട് തിന്മയെ സംബന്ധിച്ച് എതിര് പറയാൻ കഴിയണമെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഞാൻ ഒന്നാമനായി വിട്ടു നിൽക്കണം. അതാണല്ലോ ഇന്ന് കഴിയാതെ പോകുന്നതും, അതാണല്ലോ ഇന്ന് സാധിക്കാതെ പോകുന്നതും. അതുകൊണ്ട് അധികം ആളുകളും കണ്ടുപിടിച്ചൊരു പരിപാടി എന്താണ്? ഒന്നുകിൽ തിന്മയിൽ ചേരുക, അതല്ലെങ്കിൽ മൗനികളാവുക. നന്മയിൽ പങ്കാളികളാവാൻ താല്പര്യമില്ലാത്ത പല ആളുകളും തിന്മക്കെതിരെ ശബ്ദിക്കാതെ, അത് തുറന്നു പറയാതെ, അതിനെതിരെ പ്രതികരിക്കാതെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നല്ലവരാകാൻ നോക്കുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയാണ് കാണുന്നത്. സമൂഹം എത്രമാത്രം ദലാലത്തിലേക്ക് പോയാലും ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന നിലക്ക് മിണ്ടാതിരിക്കുന്നവർ, ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന നിലക്ക് മൗനം പാലിക്കുന്നവർ. ഓ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ എത്രത്തോളമാണ് ഭയപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ പണ്ഡിതൻ അബൂ അലിയുദ്ദിഖാഖ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താ അദ്ദേഹം പറയുന്നത്? അസ്സാകിതു അനിൽ ഹഖി ശൈത്വാനുൻ അഖ്റസ് വൽ മുതകല്ലിമു ബിൽ ബാതിലി ശൈത്വാനുൻ നാതിഖുൻ. എന്താ പറഞ്ഞത്? എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അസ്സാകിതു അനിൽ ഹഖി, ഹഖ് പറയേണ്ട ഒരു സ്ഥലത്ത് അത് പറയാതെ മൗനം പാലിച്ചവൻ. ഹഖ് പറയേണ്ടതായിരുന്നു അവൻ, കാരണം അവനത് പഠിച്ചവനാണ്, അവനത് അറിഞ്ഞവനാണ്. അങ്ങനെ അറിഞ്ഞ ഒരു സത്യത്തെ പറയാതെ മൂടിവെച്ചവൻ, ഒരു സത്യത്തെ പറയേണ്ട സ്ഥലത്ത് പറയാതെ, അത് പറയാതെ മൗനം പാലിച്ചിട്ടുള്ള മിണ്ടാതിരുന്നവൻ, അവൻ ആരാണ്? അവൻ ശൈത്വാനുൻ അഖ്റസ്. ശൈത്വാനുൻ അഖ്റസ്, അവൻ മൂകനായ, സംസാരശേഷിയില്ലാത്ത ശൈത്താനാണ്. അവൻ ശൈത്താനാണ്, അവൻ സംസാരിക്കാൻ വയ്യാത്ത ശൈത്താനാണ് എന്നാ പറഞ്ഞത്. അതേ അവസരത്തിൽ വൽ മുതകല്ലിമു ബിൽ ബാത്തിൽ, ബാത്തിൽ കൊണ്ട് സംസാരിക്കുന്നവനോ അവൻ ശൈത്താനുൻ നാതിഖുൻ, നല്ല സംസാരശേഷിയുള്ള ശൈത്താനാണ്. അപ്പൊ ഹക്ക് കൊണ്ട് പറയാതിരിക്കുന്നവനും ഹക്കിനെതിരെ ബാത്തിൽ കൊണ്ട് സംസാരിക്കുന്നവനും ഒരേ ഗണത്തിലാണെന്നാണ് മുൻഗാമികളായ പണ്ഡിതന്മാര് വിലയിരുത്തിയത്. ഇത് വളരെ ഗൗരവത്തോടുകൂടി ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾ, വിശ്വാസികൾ, പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമാണ്. പലപ്പോഴും ഇന്ന് ആളുകളെ മൗനികളാക്കാൻ പലരും ശ്രമിക്കുകയാണ്. സമൂഹത്തിൽ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഭാരിച്ച അമാനത്തുള്ള ബാധ്യതയുള്ള ഈ ഉത്തമ സമൂഹത്തെ നിഷ്ക്രിയരാക്കാൻ, അവരെ മൗനികളാക്കാൻ, അവരെ ഒരു മൂലക്കിരുത്താൻ, അവരുടെ സജീവതയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ തിന്മയുടെ വക്താക്കളെ പോലെ അതേപോലെ തന്നെ മിണ്ടാ പ്രാണികളാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അവർ പറയുന്നു, ഇതുകൊണ്ടൊന്നും കാര്യം കിട്ടാനില്ല. നമസ്കരിച്ചുകൂടെ, ആ നേരത്ത് നോമ്പെടുത്തുകൂടെ, ദിക്റുകൾ ചൊല്ലിക്കൂടെ, സലാത്തുകൾ ചൊല്ലിക്കൂടെ, മഹാന്മാരായ ആലിമീങ്ങളുടെ ആ നിലക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കേട്ട് കോരിത്തരിച്ചിരുന്നുകൂടെ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഹ്ലുസുന്നത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ മഹാനവറുകളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. എന്താ അദ്ദേഹത്തോട് ചോദിച്ചത്? അർറജുലു യസൂമു വയുസല്ലി വയഅ്തകിഫു അഹബ്ബു ഇലൈക ഔ യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അഇ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് എന്താ ചോദിച്ചതെന്നറിയാമോ? അയാൾ നമസ്കരിക്കുന്നുണ്ട്, അയാൾ നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ട്, അയാൾ പള്ളിയിൽ ഇത്തിക്കാഫിൽ തന്നെയാണ്. അയാളാണോ താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരനായവൻ? ഔ യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അഇ. ഇതൊക്കെയുള്ളതോടൊപ്പം ബിദ്അത്തുകാർക്കെതിരെ ശക്തമായി സംസാരിക്കുന്നവനാണോ? ഒരാൾക്ക് എന്താ പണി? അയാൾ ശരിക്കും നിസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, ഇഅ്തികാഫിരിക്കും,
അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാത്രമേ അയാൾ ശ്രദ്ധിക്കുള്ളൂ. ഒരു തിന്മ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കണമെന്നോ ആ തിന്മക്കെതിരെ താൻ പഠിച്ചത് മനസ്സിലാക്കിയത് പറയണമെന്നോ അതിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്നോ അയാൾക്ക് ചിന്തയില്ല. അയാൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. അതേ അവസരത്തിൽ അങ്ങനെയുള്ള ആളുകളാണോ ഏറ്റവും അങ്ങ് ഇഷ്ടപ്പെടുന്നത്? അതോ ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ബിദ്അത്തുകാർക്കെതിരെ, അള്ളാന്റെ ദീനിനെ വികലമാക്കുന്ന പഴിവിഴച്ചുപോയ കക്ഷികൾക്കെതിരെ അവരുടെ വിശ്വാസങ്ങൾ എന്തെന്ന് ചികഞ്ഞന്വേഷിച്ചുകൊണ്ട്, അവരുടെ ആചാരങ്ങൾ എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അതിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ള ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ട് ആ ബിദ്അത്തിന്റെ കക്ഷികാർക്കെതിരെ, പുത്തൻവാദികളുടെ ആദർശങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണോ അങ്ങേക്കിടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവരാരാണെന്ന് ചോദിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല കൊടുക്കുന്ന മറുപടി കേട്ടു നോക്കൂ. ഫഖാല, ഇമാം അവർകൾ മറുപടി പറഞ്ഞു, ഇദാ ഖാമ വസല്ല വഅതകഫ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി. ഒരാൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും അതുപോലെ തന്നെ ഇഅ്തികാഫിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി, അതുകൊണ്ടുള്ള ഉപകാരം അവനിൽ മാത്രം ഒതുങ്ങി നിന്നല്ലോ, അതുകൊണ്ടുള്ള പ്രയോജനം അവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. അതേ അവസരത്തിൽ വൈദാ തകല്ലമ, ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ വൈദാ തകല്ലമ, ഒരാൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഫീ അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തുകാരായ കക്ഷികൾക്കെതിരെ അവരുടെ നിറം നോക്കാതെ, അവരുടെ ഭൂരിപക്ഷം പരിഗണിക്കാതെ, അവരുടെ മറ്റേതെങ്കിലും സ്വാധീനങ്ങൾ നോക്കാതെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ അവരുടെ ബിദ്അത്തുകളിലേക്ക് ജനങ്ങൾ പെട്ടുപോകാതെ, അവരുടെ പുത്തൻ വാദങ്ങളിലേക്ക് ജനങ്ങൾ നടന്നെടുക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്ന നിലക്ക് കൃത്യമായി അവയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ ഒരാൾ തയ്യാറാകുമ്പോ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ, അവനെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിലാണല്ലോ ഗുണമുള്ളത്. വഹാദാ അഫ്ളൽ, അതുകൊണ്ട് അവൻ തന്നെയാണ് അഫ്ളലായവൻ, അത് തന്നെയാണ് ശ്രേഷ്ഠമായ കാര്യമെന്ന് ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായി മറുപടി കൊടുക്കുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതെടുത്ത് ഉദ്ധരിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇതാണ് സഹോദര ഒരു ഉത്തമമായ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവുക, ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാവുക, ഒരുപാട് സാമ്പത്തിക ശേഷി ഉണ്ടാവുക, ഒരുപാട് അനാഥ മക്കളെ പോറ്റുക, ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് എന്ന് ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ഇന്ന് മുസ്ലിം നേതാക്കൾ എന്ന് പറഞ്ഞാൽ പുറം ലോകത്ത് പരിചയപ്പെടുത്തിയത് എങ്ങനെ, അയാൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നേതാവാണ്. എന്താണ്, ഒരുപാട് യത്തീമക്കളെ അയാൾ പോറ്റുന്നുണ്ട്. എന്തായുള്ള സ്ഥാപനം കണ്ടാൽ എത്രയാ യത്തീമക്കളെ പോറ്റുന്നത്, എത്ര വിധവകളെയാണ് പോറ്റുന്നത്, എത്ര ആളുകൾക്കാണ് തൊഴിൽ നൽകിയത്, എത്ര സ്ഥാപനങ്ങളാണ്, എത്ര കോളേജുകളാണ്. ഇതൊക്കെയാണോ ഒരു ഖൈറു ഉമ്മത്തിന്റെ, അത് മാത്രമാണോ ഒരു ഖൈറു ഉമ്മത്തിന്റെ ലക്ഷണം? എങ്കിൽ ഇവിടെ ഖൈറു ഉമ്മത്താകേണ്ടിയിരുന്നത് ആഗോളാടിസ്ഥാനത്തിൽ ഈ മേഖലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ ളാല്ലീൻ എന്ന് പറഞ്ഞ ആ കക്ഷികളായിരുന്നു, നസാറാക്കളായിരുന്നു, അല്ലെങ്കിൽ ജൂതന്മാരായിരുന്നു. അവരല്ലേ ആഗോളാടിസ്ഥാനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മേഖലകളിലൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകൾ. പക്ഷേ അതുകൊണ്ട് കാര്യമായോ? ഖുർആൻ പറയുന്നത് അതൊക്കെ മനുഷ്യരിൽ ഉണ്ടാകുന്നത് അവനിൽ ഈ ഒരു അടിത്തറ ഉണ്ടാകണം. അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ നിന്നു പോകുന്ന ഒരു കാലഘട്ടം, അവിടേക്കാണ് കാലഘട്ടം എത്തുന്നത്. അംറും ബിൽ മഅറൂഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന, നഹിയുൻ അനിൽ മുൻകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരെ നോക്കി അവന്റെ മനസ്സിനെ മരവിപ്പിച്ചിടാൻ വേണ്ടി കിബാറുൽ ഉലമമാരുടെ നേതൃത്വമുള്ള ആളുകളാണെന്ന് ചമയുന്ന ചില ആളുകൾ ഇന്ന് സമൂഹത്തിൽ വളരെ ഗൂഢമായി തന്നെ യഹൂദി പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദര. അവർ പറയുന്നു അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ നടത്താൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്കതിന് കഴിയുമോ? നിങ്ങൾ ആലിമാണോ? നിങ്ങളുടെ ഉസ്താദ് ആരാണ്? നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? ആ ഉസ്താദിനെ പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് അങ്ങനെ സനത് പറയാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാർക്കൊന്നും സനദില്ല, ആർക്കും അങ്ങനെ എത്തിപ്പറയാവുന്ന ഒരു ഉസ്താദുമാരില്ല. അതുകൊണ്ട് ഇവിടെയൊന്നും ആലിമീങ്ങളില്ല. നമുക്ക് ഇന്റർനെറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിബാറുൽ ഉലമമാരുടെ മാത്രം ശബ്ദങ്ങൾ കേൾക്കാം, അത് കേൾക്കാം, അത് മാത്രമേ ദീനുള്ളൂ, അല്ലാത്തവർക്ക് ദീന് പറയാൻ കഴിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ
ഏറ്റവും വലിയ നാശത്തിന് വിത്തുപാകിയ ഒരാദർശമാണിത്. എല്ലാ ഇൽമും തികഞ്ഞുകൊണ്ട് അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും നടത്താൻ പറ്റൂ എങ്കിൽ ഈ ലോകത്തതിന് നിമിത്തമാകാൻ ഒരാൾക്കും സാധിക്കില്ല ഈ കാലഘട്ടത്തിൽ. നിങ്ങൾ നോക്കൂ, ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവൻ എന്താണ് അനിവാര്യമായി നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്? ഞാനോ നിങ്ങളോ ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മിലുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം എന്താണ്? പറയുന്ന കാര്യത്തെ സംബന്ധിച്ച്, ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകണം. എല്ലാ അറിവും ഉണ്ടാകണം എന്നല്ല, എല്ലാ അറിവും ഉണ്ടാകണം എന്നല്ല. നിങ്ങൾ ഒരാളോട് ളുഹുർ 5 നേരം നിസ്കരിക്കണം, ളുഹുർ 4 റക്അത്താണ് നമസ്കരിക്കേണ്ടത്, ഇങ്ങനെ 5 നേരത്തെ നിസ്കാരം, അതിൻ്റെ റക്അത്തുകളും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരാളോട് ഉപദേശിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് സക്കാത്തിൻ്റെ മസലയും നോമ്പിൻ്റെ മസലയും ഹജ്ജിൻ്റെ മസലയും വറാസത്തിൻ്റെയും മുതലോരിയേക്കുന്ന നിയമവും നിക്കാഹിൻ്റെ നിയമവും തലാഖിൻ്റെ നിയമവും എല്ലാ നിയമം കൂടി പഠിച്ചാലേ നിങ്ങൾക്കൊരാളോട് നിങ്ങൾ 5 നേരം നമസ്കരിക്കണം കേട്ടോ, 5 നേരത്തെ നമസ്കാരം ആകെ ടോട്ടൽ 17 റക്അത്താണ്, അത് ഓരോ വഖത്തിന് ഇന്നതാണ് എന്നൊക്കെ പറയണമെങ്കിൽ എല്ലാം തികയണോ? തികയണ്ട. അത് പറയാൻ നിങ്ങൾ എന്താണോ നിങ്ങൾ പറയുന്നത്, ആ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇൽമുണ്ടായാൽ മതി. എല്ലാം കൂടി തികഞ്ഞാൽ ഒരു കാര്യം പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ അംറുൻ ബിൽ മഅറൂഫിൻ നഹിയും അനിൽ മുൻകർ നടക്കില്ല. അത് നടക്കാതിരിക്കലാണ് ആഗോളാടിസ്ഥാനത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉത്തമ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അത് നിലനിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. സദാചാരം കൊണ്ട് കൽപ്പിക്കുക, ദുരാചാരത്തെ വിരോധിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മിലുണ്ടാകേണ്ടുന്ന മാറ്റം എന്താണ്? അതിനൊരുങ്ങുന്ന ഒരു മനുഷ്യൻ അവൻ നന്നാകാതെ നിവൃത്തിയില്ല. താൻ നന്നാവാതെ അത് പറയാൻ കഴിയില്ല. തൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു തിന്മയെ ആത്മാർത്ഥമായി ഒരാൾക്ക് എതിർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവന് മനസ്സാക്ഷിക്കുത്തുണ്ടാകും ഈമാനിൻ്റെ കണികയെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് ഖൈറു ഉമ്മത്തിൻ്റെ, ഉത്തമ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയായ സദാചാരം കൊണ്ട് കൽപ്പിക്കുക, ദുരാചാരത്തെ വിരോധിക്കുക, ഈ ഒരു പാതയിൽ ശക്തമായ നിലക്കുള്ള ശ്രമങ്ങളാണ് ഇനിയും വൈകാതെ തളരാതെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹോദരങ്ങളെ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹം നന്നായത് കേവല തിലാവത്തിലൂടെയല്ല, കേവല പാരായണത്തിലൂടെയല്ല. പാരായണം ഫലവത്താകുന്നത് തദബ്ബുറിലൂടെയാണ്, തഫഹുമിലൂടെയാണ്, തഅഖുലിലൂടെയാണ്. എന്തൊക്കെയാണ് ആ പറയുന്നത്? ഖുർആൻ ചോദിച്ചതാണത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. മറ്റൊരു സ്ഥലത്തോ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. മറ്റൊരു സ്ഥലത്തോ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ ലിയദ്ദബ്ബറൂ ആയാതിഹി. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, ഉറ്റാലോചിക്കാൻ വേണ്ടി ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ഉദ്ദേശം തന്നെ കേവല പാരായണം മാത്രമല്ല. പാരായണം ചെയ്താലും ഒരക്ഷരത്തിന് 10 നന്മയുണ്ട്. അത് തർക്കിക്കേണ്ട സംഗതിയല്ല. ചിലരൊക്കെ അങ്ങനെയും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ ഓതുന്നതും ഗീതപാരായണം ചെയ്യുന്നതും അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള നോവലിസ്റ്റുകളുടെ നോവലുകൾ പാരായണം ചെയ്യുന്നതും തുല്യമാണെന്നൊക്കെ ചില പ്രബോധനക്കാർ എഴുതി വിട്ടിട്ടുണ്ട്. അത് ജഹാലത്താണ്, അത് വിവരക്കേടാണ്. മറിച്ച് അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പുണ്യമുണ്ട്. പക്ഷേ സമ്പൂർണമായി നമുക്കത് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരായണം ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് നമുക്ക് ഉയരാനും വളരാനും കഴിയുന്നത്. അത് മാത്രമേ നമ്മുടെ മുമ്പിൽ രക്ഷാമാർഗമായിട്ടുള്ളൂ. അതല്ലാത്തതൊന്നും രക്ഷയുടെ മാർഗമല്ല. അതുകൊണ്ട് ഇനി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ആ നിലക്ക് ഖുർആനുമായിട്ടുള്ള ഹദീസുമായിട്ടുള്ള ഒരു മാനസികമായ സ്നേഹം. അവിടെ പിന്നെ മറ്റു നിലക്കുള്ള കാര്യങ്ങൾക്കൊന്നും പ്രത്യേകമായ സ്ഥാനങ്ങളില്ല. ഇന്ന് ആളുകൾ ഖുർആൻ മടുത്തു കഴിഞ്ഞിരിക്കുന്നു, ആളുകൾക്ക് ഹദീസുകൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടൊരു പുതിയ പരിശോധന, ഒരു പുതിയ കാൽവെപ്പ് എന്ന നിലക്ക്
ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് സംഗീതത്തിന്റെ മാസ്മരികമായ ലോകത്തേക്ക്. ഖുർആനിക് സംഗീതം എന്നതിന് പേരുണ്ട്, ഇസ്ലാമിക് മ്യൂസിക് എന്ന് പേര് നൽകി നോക്കുന്നുണ്ട്, പല പേരുകളും മാറി മാറി കാലഘട്ടങ്ങളിലായി നൽകി നോക്കുന്നുണ്ട്. പലരും ദഅ്വാ രംഗത്തേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ചില പരിശീലന കളരികൾ ഒരുക്കി കൊടുത്തപ്പോൾ, പരിശീലന കളരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ചപ്പോൾ ആ പരിശീലന കളരിയിൽ പങ്കെടുക്കാൻ വരുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് അടിക്കുറിപ്പായി കൊടുത്ത ഒരു നിർദ്ദേശം വളരെ ഗൗരവമാണ്. മുസ്ലിമിന്റെ മനസ്സ് പൊട്ടിപ്പോകുന്ന നിർദ്ദേശമാണ്. ഒരു മതസംഘടന അവരുടെ ചെറുപ്പക്കാർക്ക് നൽകുന്ന പരിശീലന കളരിയിലേക്ക് പങ്കെടുക്കാൻ വരുന്ന ആളുകളോട് നൽകുന്ന നിർദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഉപയോഗിച്ച് പരിചയമുള്ള സംഗീതോപകരണങ്ങൾ വല്ലതും കയ്യിലുണ്ടെങ്കിൽ വരുമ്പോൾ കൂടെ കരുതാൻ മറക്കരുത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്രത്തോളം ഗുരുതരമായി പോയി ഈ സമുദായം. നിങ്ങൾക്ക് മൃദംഗം വായിച്ച് വീണ വായിച്ച് പരിചയമുണ്ടോ? മദ്ദളമടിച്ച് പരിചയമുണ്ടോ? റമ്മടിച്ച് പരിചയമുണ്ടോ? അതുപോലെ തന്നെ ചെണ്ട കൊട്ടി പരിചയമുണ്ടോ? അങ്ങനെ ഏത് ഉപകരണമാണ് നിങ്ങൾക്ക് വായിച്ച് പരിചയമുള്ളത്? ഏത് ഉപകരണമാണ് വീട്ടി പരിചയിച്ചിട്ടുള്ളത്? എന്താണ് നിങ്ങൾക്ക് ആ മേഖലയിൽ കഴിവുള്ളതെങ്കിൽ അത് നിങ്ങൾ കൂടെ കരുതാൻ മറക്കരുത്. അപ്പൊ ഈ സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ അവരോട് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ്, മ്യൂസിക്, ഈ നിലക്കുള്ള സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? എന്താണ് പ്രമാണം? ഹദീസിന്റെ ആദ്യ ഭാഗം തന്നെ അതിനുള്ള പ്രമാണമാണ്. ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂൻ. എൻ്റെ സമൂഹത്തിൽ വരാനിരിക്കുക തന്നെ ചെയ്യുന്നു, വരിക തന്നെ ചെയ്യുന്നതാണ് അഖ്വാമുൻ, ചില ജനങ്ങൾ, യസ്തഹില്ലൂന, അവർ ഹലാലാക്കുന്നതാണ്. പണ്ടേ ഹലാലുള്ള ഒന്നിനെ പിന്നെ ഒരാൾ ഹലാലാക്കണോ? അപ്പൊ പണ്ടേ ഹറാമുള്ള കാര്യത്തെ അല്ലേ ഹലാലാക്കൽ നടക്കുക? അധിക ബുദ്ധി ആവശ്യമില്ലല്ലോ, അമിത ചിന്ത അവിടെ ആവശ്യമില്ലല്ലോ. ഇസ്തഹല്ല എന്ന് പറഞ്ഞാൽ മുമ്പ് ഹറാമായ ഒരു സംഗതിയെ അനുവദിച്ചു കൊടുക്കലാണ്. പണ്ടേ അനുവദിച്ച ഒരു സംഗതിയെ അനുവദിച്ചു കൊടുത്തു എന്ന് പറയുമോ? അത് വിഡ്ഢികളല്ലാതെ പറയുമോ? ഇല്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യസ്തഹില്ലൂന, അവര് അനുവദിച്ചു കൊടുക്കുന്നവരാണ്. അൽ ഹിറ, ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ്, പരസ്ത്രീ ഗമനം എന്നാണ്. വൽ ഹരീറ, പട്ടുവസ്ത്രം ധരിക്കലാണ്. വൽ ഖംറ, മദ്യപാനമാണ്, ലഹരിയുടെ ഉപയോഗമാണ്. അതിനൊക്കെ പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇസ്ലാമിൽ ഹറാമായ സംഗതികളാണല്ലോ, അതിനൊക്കെ ഹലാലാക്കുന്ന ടീം വരാനിരിക്കുന്നു. വൽ മആസിഫ, സംഗീതോപകരണങ്ങളും ഹലാലാക്കുന്നവർ വരിക തന്നെ ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വദഖ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലരാ അങ്ങ് പ്രവചിച്ചു പോയല്ലോ, അതിവിടെ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തർക്കിക്കാണ് ഇപ്പോഴും ആൾക്കാർ. അതൊരു ഗൾഫ് ഇറക്കുമതിയാണ് ചില ചങ്ങാതിമാര്. അതൊരു ഗൾഫിൽ നിന്ന് വരുന്നൊരു വാദാണ്. എന്ത് മ്യൂസിക്കൊക്കെ ഹറാമാണ്, മ്യൂസിക് അങ്ങനത്തെ സംഗീതം അങ്ങനത്തെ അതൊക്കെ പാടില്ല, അതൊക്കെ ആര് പഠിപ്പിച്ചു എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ള മുഴുവൻ ഹദീസുകളെയും സമ്പൂർണമായി അനുസരിക്കുന്നവനാണ് ഞാൻ എന്നാണ് നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. വഅന മിനൽ മുസ്ലിമീൻ, എൻ്റെ മനസ്സിന് തോന്നുന്നത് സ്വീകരിക്കുന്ന മുസ്ലിം എന്നല്ല, എല്ലാം അംഗീകരിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ജീവിതം മുഴുക്കെ അല്ലാഹ്ക്കാണ്, ഞാൻ മരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഏതുപോലെ എൻ്റെ നിസ്കാരം പോലെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും പോലെ എൻ്റെ ജീവിതത്തിൽ നാഥൻ ഇഷ്ടമില്ലാത്തത് ഉണ്ടാവുകയില്ല. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ എത്രയോ തിന്മകൾ ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിക്കുകയാണ്. സർവ്വ ആളുകളുടെയും കൈകളിൽ ഇന്ന് നിലവിലുള്ള കൊച്ചു ഉപകരണമാണ്. അല്ലാഹ് തന്നവര് നിഅമത്താണ് മൊബൈൽ എന്ന് പറയുന്ന ആയുധം. അതൊരു ചെറിയ ഉപകരണ, പക്ഷെ ഇന്ന് ലോകം ഏറ്റവും ദുഷിക്കാൻ നിമിത്തമായ ഒരു ഉപകരണമല്ലേ ഇത്? ആർക്കാ നിഷേധിക്കാൻ കഴിയുക എന്ന് വിചാരിച്ച് എല്ലാവരും മൊബൈൽ ഫോൺ വലിച്ചെറിയണോ? ഇല്ല. എല്ലാ വീടുകളിലും ഉണ്ട് അടുക്കളയിൽ കത്തി. ആ കത്തി കൊണ്ട് ഒരുപടി പ്രയോജനമുണ്ട്. നമ്മുടെ ഉമ്മമാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണ നേരത്ത് അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പ്രത്യേകത നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ? ശരിയാണ്. പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ അറിയാത്ത ഭ്രാന്തന്റെ കയ്യിലാകുമ്പോ, അതേ അടുക്കളയിൽ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഉമ്മയെ കുത്തിമലർത്തുന്നു, പെങ്ങളെ കുത്തിമലർത്തുന്നു, ജ്യേഷ്ഠാനുജന്മാരെ കുത്തിക്കൊല്ലാൻ അതേ കത്തി നിമിത്തമായാലോ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് കത്തികൾ നമ്മുടെ വീടുകളിലുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്,
ഒരുപാട് ആയുധങ്ങളുണ്ട്, ഒരുപാട് ഉപകരണങ്ങളുണ്ട്. മുസ്ലിമേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നേരം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കാത്തു നിൽക്കുകയാണോ? ഈ രംഗത്ത് ശക്തമായ പ്രതികരണത്തിന് അറച്ചു നിൽക്കുകയാണോ? ചിന്തിക്കണം നമ്മൾ. അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ന് മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റിന്റെ ഉപയോഗവും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ വന്നിട്ടുള്ളത്. അവയുടെയൊക്കെ ഉപയോഗങ്ങൾ അറിയുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താം. പക്ഷേ എത്ര നുണ പറയാനാണ് ഈ ഉപകരണം, ഈ അനുഗ്രഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? തൊട്ട് മുമ്പിൽ കാണുന്ന സഹോദരനെ എങ്ങനെ പിന്നിൽ നിന്ന് അവനെ കണ്ടുകൊണ്ട് സംസാരിച്ചിട്ട് പറയും, ഞാനേ ഇപ്പൊ ഒന്നും നിന്റെ അടുത്തേക്ക് എത്തൂല, ഞാൻ കാസർഗോഡാണുള്ളത്. എവിടെയാ? മഞ്ചേരി VP ഹാളിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്ത് ആളിരിക്കുന്നുണ്ടാകും. നോക്കി നുണ പറയാൻ ഇന്ന് മനുഷ്യന് ഏറ്റവും തഞ്ചമുള്ള ഒരു ഉപകരണം, അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹത്തെ ദുരുപയോഗപ്പെടുത്തുന്നതിന്റെ കോലം അല്ലേ? എത്രയെത്ര ഒരു നിലക്കുള്ള അഡ്രസ്സുകളും ഇല്ലാത്ത മെസ്സേജുകൾ കിട്ടുമ്പോഴേക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. ആളുകൾക്ക് അതൊരു ഹരമാണ്. യുവാക്കൾക്കിടയിൽ, എല്ലാ ആളുകൾക്കിടയിലും ഇന്നെന്താ, ഒരു രൂപത്തിലുള്ള കാര്യവുമില്ലാത്ത കേവലം ചില അറപ്പോടും വെറുപ്പോടും കൂടെയും വായിക്കേണ്ടുന്ന മെസ്സേജുകൾ അതിങ്ങനെ കിട്ടുക, അതിങ്ങനെ ഫോർവേഡ് ചെയ്യുക. ആർക്കും ഒരു മുതൽ മുടക്കൂല്ലല്ലോ. ഫോർവേഡ് ഞെക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അതാണ് പോകും, ചെലവില്ലാതെ. നന്മക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് നല്ലവരുണ്ട്. പക്ഷേ ചീത്തയായ മെസ്സേജുകൾ, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ, ഗീബത്തിന്റെ മെസ്സേജുകൾ, നമീമത്തിന്റെ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന യുവാക്കളെ, യുവതികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളുടെ അടുക്കൽ ഒരു ഫാസിഖായവൻ ഒരു വാർത്തയും കൊണ്ടുവന്നാൽ, ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യണ്ടാന്ന്. എവിടേക്കായി എത്ര പെട്ടെന്നാ വിരലമർത്തി ഫോർവേഡ് ചെയ്യുന്നത്? ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ, മറ്റുള്ളവരിലേക്ക് ആ മെസ്സേജ് കൈമാറുന്നതിൻ്റെ മുമ്പേ നീ 1000 വട്ടം ചിന്തിച്ചു നോക്കിക്കോ. ഫതബയ്യനൂ, ഒന്ന് വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞോളൂ, പരിശോധിച്ചോളൂ. അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ, അറിവില്ലാതെ നിങ്ങൾ ചില ജനതകളെ അത് മുഖേന മുസീബത്തിൽ അകപ്പെടുത്തും. നിങ്ങൾ അവരെ കുത്തിപ്പറയും. നിങ്ങൾ അത് കാരണമായിട്ട് നിങ്ങൾ പല മുസീബത്തിലും അകപ്പെടും. പിന്നെയോ കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞു വരുമ്പോഴേക്ക് നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ വല്ലാത്ത ഖേദത്തിന് നിങ്ങൾക്ക് പിന്നെ കാരണമായി തീരും. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമ്പോഴേക്കാണ് ഫോർവേഡ് ചെയ്യണ്ട, അതങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ നോക്കണ്ട എന്ന് പറയുന്നു. നിങ്ങൾ നോക്കൂ, ഇതിന് ഏറ്റവും കാരണമായി തീരുന്നു നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണം. ഈ ഉപകരണം അല്ലാഹ് തന്ന നിഅമത്ത്, അത് നന്മക്കേ ഉപയോഗപ്പെടുത്താവൂ. എത്രായിരം രൂപയാണ് തുലച്ചുകൊണ്ടിരിക്കുന്നത്, ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഓരോ എത്രായിരം ടെലിഫോൺ കമ്പനികളാണ്. ഓരോ വിഭാഗവും പ്രത്യേകം സമയം പ്രത്യേകം ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതിൻ്റെ ഗൗരവം? നിസ്സാരമാണോ? രാത്രി 12 മണിക്ക് ശേഷം പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ട്. ഫ്രീ ടോക്കാണ്. ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? ആർക്കാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇത്ര മണിക്കൂറുകളോളം സംസാരിക്കാനുള്ളത്? കാമുകന്മാർക്ക്, അവിഹിത വീഴ്ചയുടെ ആളുകൾക്ക്, അതുപോലെ തന്നെ അഭിസാരികമാർക്ക്, അതുപോലെ തന്നെ അങ്ങനെ പലർക്കും ആ നേരം വളരെ പ്രയോജനപ്രദമാണ്. പലരെയും ലാക്കാക്കിക്കൊണ്ട് ഫ്രീ ടോക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളുണ്ട്. മുസ്ലിം സമൂഹമേ, എത്രമാത്രം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത നിലക്കുള്ള അനാവശ്യമായ അശ്ലീലമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഫോട്ടോകൾ എടുത്തുകൊണ്ട് ചലച്ചിത്രങ്ങൾ അതിങ്ങനെ ബ്ലൂടൂത്തിലൂടെ മെസ്സേജ് ചെയ്ത്, അതുപോലെ തന്നെ നെറ്റ് കഫേകളിൽ നിന്ന് രൂപകൾ നൽകിയിട്ട് തൻ്റെ ഫോണിലേക്ക് ഇങ്ങോട്ട് കയറ്റി പലർക്കും അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന, സ്വകാര്യമായി നമ്മുടെ കിടപ്പറകളിൽ ആരാരും അറിയരുതെന്ന് നമുക്ക് നിർബന്ധ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആനന്ദരതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അങ്ങാടിപ്പാട്ടാകുന്ന നിലക്ക് പരസ്യമായി അതിങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ട് ഉല്ലസിച്ചാർത്ത് ചിരിച്ച് ഒരു തരം മനോരോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. ഈ തലമുറയെയാണ് ഖൈറു ഉമ്മത്തെ, മുസ്ലിം സമുദായമേ, ഉത്തമ സമൂഹമേ, എനിക്കും നിങ്ങൾക്കുമൊക്കെ നന്നാക്കാനുള്ളത്. അത് നന്നാക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം നമ്മൾ നന്നാവണ്ടേ? നമുക്കത് ഇല്ലാതാവണ്ടേ? നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടതില്ലേ?
ഇപ്പോഴും ഫോണുകളിൽ മ്യൂസിക്കുകളുടെ തരംഗമാണ്. പാട്ടുകൾ എവിടെയും പാട്ടുകളാണ്. കേൾക്കണ്ടെന്ന് വിചാരിച്ചവനെയും കേൾപ്പിച്ചേ അടങ്ങും. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് പാട്ട് അലാറം വെച്ചുകൊണ്ട്. ശരി, അത് കഴിഞ്ഞ് ഒന്ന് ടോയ്ലറ്റിൽ കയറിയാലോ, അവിടെയും മ്യൂസിക്കാണ്. കുളിമുറിയിൽ കയറിയാൽ ഷവർ തിരിക്കുമ്പോൾ വെള്ളം വരുന്നതോടുകൂടി പാട്ട് ഒഴുകി വരുന്ന കുളിമുറികൾ പോലും സുലഭവും സജീവവുമാണിന്ന്. ചിന്തിച്ചു നോക്കൂ. ചില റൂമുകൾക്ക് കയറി നോക്കിയാൽ, ചില ബാത്റൂമുകളിൽ കയറി നോക്കിയാൽ ഞാൻ കയറിയത് ടോയ്ലറ്റിൽ തന്നെ അല്ലേ എന്നൊന്ന് 4 ഭാഗം നോക്കേണ്ട ഗതിയാണ്. കാരണം എന്താ? അവിടെ ശബ്ദം കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ. എവിടെ എത്തിപ്പോയി? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒന്ന് ബസ് കയറിയാണ്, എന്നാലോ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ കയറി, പാട്ടൊന്നും കേൾക്കണ്ട, എന്നാ പാട്ട് കേട്ടേ അടങ്ങൂ. ഒരു പാട്ടും കൂടി കേൾക്കണം ഒരു കാലിച്ചായൻ്റെ കൂടെ. ബസ് കയറി യാത്ര ചെയ്യാണ്, പാട്ട് കേട്ടേ വെക്കൂ. കാറിലാണോ പാട്ട് കേട്ടേ വെക്കൂ, റെയിൽവേ സ്റ്റേഷനിലാണോ പാട്ട് കേട്ടേ വെക്കൂ. എവിടെ കയറിയാലും നാട്ടിൽ മുഴുവൻ പാട്ടായി എന്ന അവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും അതാണ് സ്ഥിതി. ഇങ്ങനെ ഈ തലമുറ ഇതിൽ തന്നെ ഇങ്ങനെ ഹരം പിടിച്ച് നടക്കുമ്പോൾ അവരോടാണ് നമുക്ക് പറയാനുള്ളൊരു സഹോദര, അരുത്. ഇത് ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിഫാഖിനെയാണ് മുളപ്പിക്കുന്നത്, കാപട്യത്തെയാണ് മുളപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിൽ ഈമാനിന് വളവിടുമ്പോ, ഈമാൻ മുളപ്പിക്കുമ്പോ, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാനിനെ അവൻ അടുപ്പിച്ചു തന്നു, അല്ലെങ്കിൽ സ്നേഹമാക്കി എന്ന് പറയുന്നില്ലേ? അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുമ്മ ഹബ്ബിബി ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫീ ഖൽബി വകർരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുവേ, നീ എനിക്ക് പ്രിയങ്കരമാക്കി തരണമേ. ഈമാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം എൻ്റെ ലഹരി. എനിക്കെപ്പോഴും താല്പര്യം അതിനോടായിരിക്കണം, എനിക്കെപ്പോഴും അഭിനിവേശം അതിനോടായിരിക്കണം, എനിക്കെപ്പോഴും മഹബത്ത് അതിനോടായിരിക്കണം. വകർരിഹ് ഇലയ്യ, എനിക്ക് വെറുപ്പുണ്ടാക്കി തീർക്കണേ അല്ലാഹ്. അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫർ, ഫുസൂഖ്, ഇസ്യാൻ എല്ലാം ഗൗരവമുള്ളതും അതിൻ്റെ താഴെ ഗൗരവമുള്ളതും അതിൻ്റെ താഴെ ഗൗരവമുള്ളതും എല്ലാം അടക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് ആ വെറുപ്പുണ്ടോ? എത്ര ആളുകളുടെ ഫോണുകളിൽ ഇപ്പോഴും ശബ്ദിക്കുകയാണ് ഈ ഒരു തരംഗം, ഈ ഒരു ശബ്ദം. മാറ്റുക നമ്മൾ. ആദ്യം മാറേണ്ടത് നമ്മളാണ്. ആ നിലക്ക് അംറുൻ ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ ഒരു സമൂഹത്തിൽ കൃത്യമായി നടക്കാൻ വിശ്വാസ രംഗം തൊട്ട് എല്ലാ രംഗങ്ങളിലും അവിടേക്കുള്ള ഒരു മാറ്റത്തിന് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനും നിങ്ങളുമൊക്കെ മാറേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ നിലക്കും ശിർക്ക് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അശ്ലീലത മാർക്കറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വഭാവ ദൂഷ്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബ ജീവിതങ്ങളിൽ തകർച്ച വരികയാണ്, വിവാഹ ജീവിതത്തിൽ സമാധാനമില്ലായ്മ കൂടിയതുകൊണ്ട് വിവാഹമോചനങ്ങൾ അരങ്ങ് തകർക്കപ്പെടുകയാണ്. എല്ലാത്തിൻ്റെയും നിമിത്തം ഇസ്ലാം പറഞ്ഞ ഈ ഔഷധത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും കൂടുതൽ വളരെ അനിവാര്യമായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റമായിട്ടുണ്ടായിരിക്കേണ്ടത് ഈ പഠിക്കുന്ന പരിശുദ്ധ ഖുർആനിലൂടെ, ഹദീസിലൂടെ ആ പറയുന്നതും പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരായി മാറുക എന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലാണ്. പറയലല്ല, പറയലും പ്രവർത്തിക്കലുമാണ്. ആ നിലക്ക് ഒരു യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സർവശക്തനായ റബ്ബിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രകീർത്തനത്തിന്, പ്രാർത്ഥനകൾക്കൊക്കെ പറ്റിയ ഒരു മസായിലാണ് വൈകുന്നേര സമയത്താണ് നമ്മളുള്ളത്. വസബ്ബിഹുഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷ സമയത്തിലുമൊക്കെ നിങ്ങൾ അല്ലാഹനെ കൂടുതൽ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. ആ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് പാഴായി പോകരുത്. ആ നിലക്ക് പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, അറിയുക, കൂടുതൽ അറിയുക. അത് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന നിലക്ക് പഠിച്ചതും പറയുന്നതും പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരിക. ഉത്തമ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര അതാണ്. അതായിരിക്കാൻ നമ്മൾ പ്രവർത്തിക്കണം എന്ന് മാത്രം എന്നോടും നിങ്ങളോടും വസിയത്ത് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നാം പറയുന്നതനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നൽകി നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഏത് ഘട്ടത്തിലും തിന്മകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈമാൻ നിലനിർത്തിക്കൊണ്ട് അതേ രൂപത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരിൽ റബ്ബ് സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.